നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മളെല്ലാം അലട്ടുന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എന്നോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ ഷാ സുൽത്താനുണ്ട്. ദ ടോപ്പിക് ഈസ് വെരി ക്ലോസ് ടു അസ്. കാര്യം കേരളത്തിൽ നമ്മൾ സ്ഥിരം വാർത്തകളിൽ വായിക്കുന്നൊരു വിഷയമാണ്. ഈ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നു, കുട്ടികൾക്ക് കടിയേൽക്കുന്നു, വീട്ടിൽ വെളിയിൽ ജോലി ചെയ്യുന്നവരെല്ലാം പട്ടി കയറി കടിക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. തെരുവ് നായ്ക്കൾ എന്തായിരുന്നാലും നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ പട്ടി കടിച്ചാൽ അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഭയക്കുന്നത് റേബീസാണ്. നമ്മുടെ സിനിമകളിലൊക്കെ, നമ്മുടെ ചില മലയാളം സിനിമകളിലൊക്കെ ഇതിൻ്റെ ഒരു വികൃതമായിട്ടുള്ളൊരു രൂപമൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പിന്നെ നിരന്തരം നമ്മൾ ആയുർവേദത്തെപ്പറ്റിയും ഹോമിയോപ്പതിയെക്കുറിച്ചും മോഡേൺ മെഡിസിനെ പറ്റിയൊക്കെ പറയുമ്പം ചലഞ്ചായിട്ട് വരുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് റേബീസിന് മോഡേൺ മെഡിസിനിൽ എന്താണ് പ്രതിവിധിയുള്ളത്? ആയുർവേദത്തിൽ ഇല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മോഡേൺ മെഡിസിനിൽ എന്താണ് പ്രതിവിധിയുള്ളത്? ക്യൂർ ഉണ്ടോ റേബീസിന്? സോ ആക്ച്വലി ദർ ഇസ് എ വേ ടു മാനേജ്, കൺട്രോൾ ആൻഡ് 100% പ്രിവെൻറ്റ് ചെയ്യാവുന്നുള്ള ഒരു രോഗമാണ് റേബീസ്. അത് എങ്ങനെയാണ് അത് പിടിപെടുന്നത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളെ ഈ വീഡിയോ. നമ്മളോടൊപ്പം ഡോക്ടർ ഷാ ഈ വിഷയം ഹാൻഡിൽ ചെയ്യുന്നതാണ്. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് യുവർ ഇൻട്രോ ആൻഡ് ദെൻ വി വിൽ ഗോ ഓൺ ടു ദ പ്രസൻറ്റേഷൻ. നമസ്കാരം നിഷാദ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം എന്ന് ചിലർ പെട്ടെന്ന്, നാട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് ന്യൂസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വിവാദങ്ങളൊന്നും കണ്ടില്ല, എന്താണ് കാരണം എന്ന് ചിലവരൊക്കെ ആലോചിച്ചെന്നിരിക്കാം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹോമിയോ കണ്ടന്റ് അനാലിസിസ് ഉണ്ടല്ലോ, അതിൽ ഹോസ്റ്റ് രഞ്ജിനി ഹരിദാസ് ആയിരുന്നു അതിന്റെ കാരണം എന്ന് പറയേണ്ടി വരും, ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി. കാരണം പുള്ളിക്കാരത്തിയുടെ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ഫീഡിൽ രഞ്ജിനിയെ കുറിച്ചുള്ള പല വീഡിയോസും കാര്യങ്ങളും വന്നു. പണ്ട് കണ്ട ചിലതും ഇപ്പൊ പുതുതായിട്ട് വന്നതും ഒക്കെ ആയിട്ട് പുള്ളിക്കാരത്തിയുടെ ഒരു പാറ്റേൺ, ഒരു ട്രെയ്റ്റ് എനിക്ക് മനസ്സിലായതാണ്. ഏതോ ഒരു വീഡിയോയിൽ പുള്ളിക്കാരത്തി ഏതോ ആയുർവേദ തിരുമൽ കേന്ദ്രത്തിൽ ഇരുന്നിട്ട് പുള്ളിക്കാരത്തി നായ്ക്കൾക്ക് വേണ്ടി കരയുകയും വാദിക്കുകയൊക്കെ ചെയ്യുന്നതും, പിന്നീട് നമ്മുടെ കേന്ദ്ര പദ്ധതിയായിട്ടുള്ള ABC അനിമൽ ബർത്ത് കൺട്രോൾ, അത് ആവിഷ്കരിക്കാനായിട്ട് കുറെ നാളെടുക്കും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എങ്ങനെയാണ് ഈ തെരുവ് നായി ശല്യം കുറയ്ക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു ജില്ലാ പഞ്ചായത്ത് യോഗം കൂടുന്നതിൽ പോയി പുള്ളിക്കാരത്തിയും 2-3 പുള്ളിക്കാരത്തിയുടെ അസോസിയേറ്റ്സ് ഒക്കെ ആയിട്ട് പോയി അവിടെ തടസ്സപ്പെടുത്തുകയും, പുള്ളിക്കാരത്തി അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് എല്ലാ നായ്ക്കളെയും ഈ റേബീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് റേബീസ് ഉണ്ട്, നായ്ക്കളിൽ റേബീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പ് വരുത്താൻ പറ്റും? നമ്മൾ പ്രയോറിറ്റി, ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട മനുഷ്യർക്കാണ്, നായ്ക്കൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് രണ്ടാമതാണ് കൊടുക്കേണ്ടെന്നുള്ള ഒരു ധാരണ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഒരു സാഹചര്യം. അപ്പൊ അതായിരുന്നു ഒരു കാരണം. രണ്ടാമത്തെ കാരണം, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, എനിക്ക് അടുത്തറിയാന്നുള്ള ഒരാൾക്ക് ഈ ഇടയ്ക്ക് പട്ടിയിൽ നിന്ന് കടി ഏറ്റു എന്നുള്ളതും കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇനി ഇതില് 2 മെസ്സേജസാണ് കൊടുക്കാനുള്ളത്. നമ്മുടെ നാട്ടില് ഇപ്പൊ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് പട്ടി കടിയേറ്റതും 10-20 പേരെ കുട്ടികളെയൊക്കെ അറ്റാക്ക് ചെയ്തതും, അതിൽ ചിലവർക്ക് വാക്സിനേഷൻ, ഈ പ്രൊഫിലാക്റ്റിക് ആയിട്ടുള്ള പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്റ്റിക് വാക്സിനേഷൻ ചെയ്തിട്ടും ആ ആൾക്ക് പേവിഷബാധ ഏറ്റു എന്നും അങ്ങനെ അത് കോടതിയിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് ആൾക്കാർക്ക് കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് ഈ പേവിഷബാധ എന്ന് പറയുന്ന, ആദ്യം നിഷാദ് പറഞ്ഞ പോലെ തന്നെ 100% ആയിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂറബിൾ തന്നെയാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ അനുമാനിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതും, എന്നാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റാതെ വന്നാൽ 100% ഫേറ്റൽ എന്ന് പറയുന്നത്, അതായത് മരണം സംഭവിക്കാവുന്ന ഒരു അസുഖവും കൂടിയാണ് ഈ റേബീസ് അല്ലെങ്കിൽ പട്ടി വിഷബാധ എന്ന് പറയുന്നത്. അപ്പൊ അൾട്ടിമേറ്റ് സർവൈവൽ ടു ദ റേബീസ് പ്രിവെൻഷൻ എന്നുള്ളത്, പട്ടി അല്ലെങ്കിൽ പട്ടിയോ അനിമൽസോ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. നമ്മളിലും മിനിമൈസ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ കടി കിട്ടാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ചുറ്റുപാടും സമൂഹം എങ്ങനെയൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാം. ഈ ആദ്യം തന്നെ നമ്മൾ ഈ
ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വൈറസിനെ കുറിച്ച് മാത്രമോ റേബീസ് മാത്രം അല്ല, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എങ്ങനെയാണ് നമ്മൾക്ക് ആസ് എ കമ്മ്യൂണിറ്റി ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് ഈ ഹ്യൂമൻ ആനിമൽ കോൺടാക്റ്റ് കുറയ്ക്കാൻ പറ്റുക. പട്ടികൾ, ഈ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക. ഞാൻ ഈ അടുത്ത കാലത്ത് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരുത്തൻ്റെ, അപ്പോൾ ഒരാൾ വന്ന് പറയുന്നുണ്ട് ഇതിന് ഭക്ഷണം കൊടുക്കല്ലേ, ഇതിന് ഫുഡ് കൊടുത്താൽ ഇവിടുന്ന് പോവില്ല. അപ്പോൾ ഇതിന് ഫുഡ് കൊടുക്കാതിരിക്കുക. അത് പട്ടി മാത്രമല്ല, എല്ലാ വൈൽഡ് അനിമൽസിനെയും നിങ്ങൾ ഫീഡ് ചെയ്യാൻ പാടില്ല. ഒരു വൈൽഡ് അനിമലിനെയും ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങളൊക്കെ ഇവിടെ വരുന്നതിന് മുൻപൊക്കെ അതിൻ്റെ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ എൻക്രോച്ച് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവരവിടെ തന്നെ കഴിഞ്ഞോളും. ഇത് പട്ടികൾക്ക് ഫുഡ് കൊടുക്കുക, കുപ്പ, ഗാർബേജ്, ട്രാഷ് അത് എക്സ്പോസ് ചെയ്തിടുക, അത് കഴിക്കാനായിട്ട് അവർ വരും. ഈ കോഴിയുടെ വേസ്റ്റ്, അനിമൽ സ്ലോട്ടറിൻ്റെയൊക്കെ വേസ്റ്റ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. ഇതൊന്നും പക്ഷികളും കഴിക്കണ്ടേ, മൃഗങ്ങളും കഴിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വരുന്നിടുമ്പം പക്ഷികളായിരിക്കില്ല വന്ന് കഴിക്കുന്നത്. ഇത് കഴിക്കാൻ വരുന്നത് പട്ടികളാണ്, നായ്ക്കളാണ്. സോ ഇതിൻ്റെ ഈ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ട്രാഷ്, നമ്മളുടെ ഗാർബേജ്, നമ്മളുടെ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. പൊതു ഇടങ്ങളിൽ കൊണ്ടുപോയി NHൻ്റെ പരിസരത്തും റെയിൽവേ ട്രാക്കിൻ്റെ അവിടെയും കൊണ്ട് ഇടാതിരിക്കുക. അവിടെ ഇത് കഴിക്കാൻ വരുന്നത് രോഗം പരത്തും എന്നുള്ളത് വേറെ കാര്യം. അല്ലാതെ തന്നെ ഈ തെരുവ് നായ്ക്കൾ ജീവിച്ചു പോകുന്നത് എന്ത് കണ്ടിട്ടാണ്? ആരും അവർക്ക് ബിരിയാണി വെച്ച് കൊടുക്കാറില്ല. തെരുവ് നായ്ക്കൾ കഴിക്കുന്നത് കുപ്പയാണ്. നമ്മൾ ഈ ഫുഡിൻ്റെ വേസ്റ്റും റെസ്റ്റോറൻറ്റിൻ്റെ കുക്കിങ്ങിൻ്റെ സാധനങ്ങളും അതിൽ നിന്ന് മീൻ കച്ചവടക്കാരുടെ വേസ്റ്റ്, ഇതൊക്കെ കഴിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊണ്ട് ഉപേക്ഷിക്കാതിരിക്കുക, കുഴിച്ചു മൂടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ പഠനങ്ങൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിഷാദ് പറഞ്ഞതുപോലെ നമ്മൾ കളക്റ്റീവായിട്ടുള്ള കുറേ ആക്ഷൻസ് ഉണ്ട്. നമ്മൾ പരിസരങ്ങൾ വൃത്തിയാക്കി വെക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ ഒരു 75% നമ്മൾ ഈ വൈറസ്, അതായത് ഇപ്പോൾ പട്ടികളിലോ മൃഗങ്ങളിലോ ഈ ഇൻഫെക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. മനുഷ്യരും ചുറ്റുപാടും ഒക്കെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നാട്ടിൽ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 96% വൈറസിന്റെ കാരിയേഴ്സ് എന്ന് പറയുന്നത് പട്ടികളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തെരുവ് നായ്ക്കൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്, അതിൽ നിന്ന് ഇതിനെ നിർമ്മാർജ്ജനം കംപ്ലീറ്റ്ലി ചെയ്യാനായിട്ട് പറ്റിയാൽ മാത്രമേ ഈ 75% എന്ന് പറയുന്ന രീതിയിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സൊസൈറ്റി, നമുക്ക് ഫ്രീ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയുള്ള സൊസൈറ്റി നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നേരത്തെ ഈ നമ്മുടെ കേന്ദ്ര പദ്ധതിയായ ABC എന്ന് പറയുന്നതും ഇപ്പോൾ താൽക്കാലികമായിട്ട് നായ്ക്കളെ പിടിച്ച് ഇത് ചെയ്യാൻ അതിന്റെ പ്രത്യുൽപാദനം, വന്ധീകരണം ചെയ്യുക, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിനെ അതിനെ യൂത്തനൈസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ബ്രെയിൻ എടുത്ത് അത് ഉണ്ടോന്ന് പരിശോധിക്കുക. ഇങ്ങനെയുള്ള നടപടികളൊക്കെ ചെയ്യുന്നിടത്താണ് ഈ രഞ്ജിനി ഹരിദാസിനെ പോലുള്ളവർ വന്ന് ഇടപെടുകയും ഇതിനെയൊക്കെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും ഈ 75% എന്ന് പറയുന്ന ഈ ബാലികേറ മല നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ഇവിടെ ഈ വൈറസ് എന്ന് പറയുന്നത് ലിസ ജനസിൽപ്പെട്ട 10-20ഓളം സ്പീഷ്യസ് ഉള്ള വൈറസ് കൂട്ടങ്ങളാണ്. അപ്പൊ ഇത് പല മൃഗങ്ങളിലായിട്ട് കാണാം. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പട്ടികളിലാണ് കൂടുതൽ, പിന്നെ വവ്വാലുകളിലുണ്ട്, പിന്നെ പല വന്യമൃഗങ്ങളിലും ഇതുണ്ടാവും. ഇത് എങ്ങനെയാണ് നമ്മളിലോട്ട് എത്തുന്നത്? ഫ്രം സൂണോട്ടിക് ഡിസീസ് ആണ്. ഇത് ഒരു മൃഗത്തിൽ നിന്ന് മനുഷ്യരിലോട്ട് മാത്രമാണ് കൂടുതലും പകരുന്നത്. മനുഷ്യൻ ടു മനുഷ്യൻ വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ പകരുന്നതായിട്ടുള്ള റിപ്പോർട്ടൊന്നുമില്ല. ഇനി ഇതിനെ നമ്മൾ 3 രീതിയിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. പട്ടി കടിക്കുന്നത് അല്ലെങ്കിൽ മൃഗം കടിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി മുറിവുണ്ടായിരുന്ന ആ ഒരു മുറിവിലോട്ട് ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൃഗം നക്കുക, അതിന്റെ സലൈവ വഴി ഈ വൈറസ് നമ്മളിലോട്ട് എത്തുക. മൂന്നാമത് ഈ 2 രീതിയാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഇത് നക്കിയിട്ടുണ്ടാവും പക്ഷെ മുറിവൊന്നുമില്ല. അങ്ങനെ കാറ്റഗറി 3ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. അപ്പൊ മുറിവൊന്നും ഇല്ലാത്ത ഇൻടാക്റ്റ് ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇത് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് ഈ വൈറസ് പകരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. കാറ്റഗറി 1ലാണ് വരുന്നത്. ബാക്കി 2 ആണെന്നുണ്ടെങ്കിൽ പകരൂ എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് അല്ലെങ്കിൽ പ്രിവെൻഷൻ എടുക്കേണ്ട, കടി കിട്ടിക്കഴിഞ്ഞാൽ പ്രിവെൻഷൻ എടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതിലാദ്യം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പട്ടി വന്ന് അല്ലെങ്കിൽ മൃഗം വന്ന് നക്കി
അല്ലെങ്കിൽ വന്ന് മണപ്പിച്ചിട്ട് പോയി, അവിടെ മുറിവൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാറ്റഗറി 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്താൽ മതിയാവും. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്, ഈ പട്ടിയോ മൃഗമോ വന്ന് കടിച്ചെന്ന് വെച്ചോ, കാലിലാണ് കടിച്ചെന്ന് വെച്ചോ, കടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി സ്കിൻ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് കാറ്റഗറി 2 ആണ്. അവിടെ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷനും ചെയ്യണം. അതുപോലെ തന്നെ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് റിഗ് തെറാപ്പി, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യവുമുണ്ട്. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ഇതിൻ്റെ കടിച്ച സ്ഥലം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഈ തലച്ചോറിന് അടുത്തായിട്ട് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിലും സെയിം കാറ്റഗറി 3 തന്നെ ആയിരിക്കും. പക്ഷേ ഈ റിഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ ആ പരിസരങ്ങൾ, കടി കിട്ടിയതിൻ്റെ പരിസരങ്ങളിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫുൾ ഡോസ് എടുക്കാനായിട്ട് ശ്രമിക്കും. അവിടെ ഉള്ള നേഴ്സായാലും ഡോക്ടറായാലും കൊടുക്കാനായിട്ട് ശ്രമിക്കും. കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ ഫുൾ ഡോസിൽ എത്രയാണോ ബാക്കിയുള്ളത് അത് IM ആയിട്ട്, ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായിട്ട് നമ്മുടെ ഇതിൽ ഗ്ലൂട്ടിയൽ റീജിയനിൽ അത് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ആണ് ഇതിന്റെ പ്രിവെൻഷൻ പോകുന്നത്. ഇനി ഈ കടിയുടെ സ്ഥലം ഏതാ? ഗ്ലൂട്ടിയൽ റീജിയൻസ്, അതെ, ബട്ടക്സ്. അതെ. അപ്പൊ ഇതില് ഈ കടിയുടെ സ്ഥലം എവിടെയാണെന്നുള്ള പ്രധാനം എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കാലിലാണ് കടി കിട്ടുന്ന വെച്ചോ, ഏറ്റവും തലച്ചോറിലാണ് ഈ ഇൻഫെക്ഷൻ ബാധിക്കുന്നത്. അൾട്ടിമേറ്റ്ലി തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ കാലിലാണ് കടി കിട്ടുന്നുണ്ടെങ്കിൽ കാല് തൊട്ട് തലവരെ എത്താനായിട്ട് എടുക്കുന്ന സമയമുണ്ട്. അതും ഈ തലച്ചോറിന് അടുത്തായിട്ടാണ്, ഏറ്റവും അടുത്തായിട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വളരെ പെട്ടെന്നായിരിക്കും ഇത് ബാധിക്കുന്നത്. അതുപോലെ വൈറൽ ലോഡ്, എത്രത്തോളം ആ കടിച്ചതിൽ എത്രത്തോളം സലൈവ ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റി ഓഫ് സലൈവ, അല്ലെങ്കിൽ സലൈവ കുറച്ചാണെങ്കിലും വൈറൽ ലോഡ് എത്ര ഉണ്ടായിരുന്നു, നമ്പർ ഓഫ് വൈറസ് എത്ര ഉണ്ടായിരുന്നു, ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത മൂന്നാമത്, ഈ ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് എയ്ഡ്സ് പോലുള്ള അസുഖം ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി സ്റ്റിറോയിഡ് തെറാപ്പി എന്തെങ്കിലും എടുക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കീമോതെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും തെറാപ്പി എടുക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ജന്മനാൽ ചിലപ്പോൾ ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ കണ്ടീഷൻസ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി സാധാരണ രീതിയിൽ ഇത് ഒരിടത്തുനിന്ന് ഇതിന് വൈറസ് ട്രാവൽ ചെയ്യാനായിട്ട് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ, അതായത് കാലിൽ നിന്ന് തലച്ചോറ് വരെ എത്താനായിട്ട് ഏകദേശം 2 തൊട്ട് 3 മാസം വരെ എടുക്കാം. ചില സാഹചര്യങ്ങളിൽ അത് വർഷം എടുക്കാം, 1 വർഷം എടുക്കാം. വളരെ റെയർ ആയിട്ട് 8 വർഷം കഴിഞ്ഞിട്ടും ഇതുപോലെ അതിന്റെ സിംറ്റംസ് കാണിച്ച കേസസും ഉണ്ട്. ഈ നാഡി, ഈ നെർവ് വഴിയാണ് ഇത് പോകുന്നത് നല്ല രസമാണ്. ആക്ച്വലി ഇതിന് സ്വന്തമായിട്ട് നടന്നു പോകാനായിട്ടുള്ള കപ്പാസിറ്റിയോ ഫ്ലജല്ല, ഇങ്ങനെ ചിറക് പോലെ അടിച്ചു പോകാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഇത് നമ്മുടെ സെല്ലിനകത്തുള്ള, കോശത്തിനകത്തുള്ള ഈ പോർട്ടറായിട്ടുള്ള, അതായത് ക്യാരി ചെയ്യുന്ന വേറെ മോളിക്യൂൾസിനെ ക്യാരി ചെയ്ത് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിൽ എത്തിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ട്. അതിന്റെ തലയിൽ ഇത് നമ്മൾ കാണാതെ, ആ മോളിക്യൂൾ അറിയാതെ, എന്നാൽ അതിന് ചുറ്റുപാടുമുള്ള ബാക്കിയുള്ള കണ്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി അറിയാതെ ഇതിൽ ഒളിച്ചാണ് ഇത് ഓരോരുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാരിയർ കിട്ടുന്നവരെ അത് വെയിറ്റ് ചെയ്യണം, നിൽക്കണം. അതൊരു പ്രത്യേക രസമാണ് അത് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇത്രയും സമയം എടുക്കുന്നത്, ഇവിടെ നിന്ന് ഒരു പോയിന്റ് നിന്ന് മറ്റേ പോയിന്റ് വരെ എത്താനായിട്ടുള്ള സമയം എടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്തിന്റെ കാര്യം പ്രധാനമാണെന്ന് പറയാൻ കാര്യം, ഒരാൾക്ക് ഇപ്പോൾ ഒരു കടി കിട്ടിയെന്ന് വെച്ചോ, ആ കടി കിട്ടിയിട്ട് ലക്ഷണങ്ങൾ കാണിക്കുന്നത് തൊട്ടു മുൻപ് വരെ എപ്പോഴായാലും ആ വ്യക്തി ഇത് ചികിത്സ തേടാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ PEP എന്ന് പറയുന്ന ഈ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ്, ആ വാക്സിനേഷൻ കൊടുക്കാവുന്നതാണ്. ആ മുറിവ് അപ്പോഴും ഉണങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ആ മുറിവിൻ്റെ എന്തെങ്കിലും സ്കാർ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഈ റിഗ് എന്ന് പറയുന്ന ഇമ്യൂണോഗ്ലോബുലിൻ തെറാപ്പിയും കൊടുക്കാവുന്നതാണെന്നാണ് ഗൈഡ് ലൈൻസ് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴായാലും നമുക്ക് പോയിട്ട് അതിൻ്റെ വേണ്ട ചികിത്സ എടുക്കുക എന്നുള്ളതാണ്. അതിന് ഞാൻ ഈ ഡിസ്റ്റൻസും എത്ര സമയം എടുക്കും എന്ന് പറഞ്ഞത്. ഇനി ഈ എങ്ങനെയാണ് നമുക്കൊരു കടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ വന്ന് മൃഗം നക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വൃത്തിയായിട്ട് ആ വൂണ്ട് നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ കഴുകുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലിരിക്കുന്ന മസാലപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, സൂപ്പ്, കോൾഗേറ്റ് പേസ്റ്റ്, ക്ലോസ്, ഈ സംഭവങ്ങളൊക്കെ എടുത്ത് അതിനകത്തോട്ട് പുരട്ടാതിരിക്കുക, അതിൽ വെച്ച് കെട്ടാതിരിക്കുക. പിന്നെ കുറച്ച് കിടുതാപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഹോമിയോ, ആയുർവേദം, NFL,
NBC എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഭവങ്ങളുണ്ടാവും. നാച്ചുറോപ്പതി, ഇതുപോലത്തുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ, കാര്യങ്ങൾ, ന്യൂട്രാസ്യൂട്ടിക്കൽ, ന്യൂട്രാസ്യൂട്ട്, ഇതുപോലത്തെ സാധനം, കലക്കോപ്പതി. കലക്കോപ്പതി, ഇങ്ങനെയുള്ള കിടുതാപ്പുകളൊക്കെ എടുത്ത് വെച്ച് പൊത്തുക, അത് വെച്ച് കെട്ടുക, ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത്. അത് നന്നായിട്ട് ഓപ്പൺ വുണ്ടായിട്ട് തന്നെ അതിനെ ആശുപത്രിയിൽ എത്തുന്നവരെ ഓപ്പൺ ഉണ്ടായിട്ട് വെക്കുക, ക്ലീൻ ആയിട്ട് വെക്കുക. അത് ബ്ലീഡിങ്, എക്സസ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അമർത്തി വെക്കാം, ബ്ലീഡിങ് ഒഴിവാക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ. ഒരുപാട് അമർത്തേണ്ട ആവശ്യമില്ല, മിനിമൽ ബ്ലീഡിങ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ബ്ലീഡിങ് ഒരുപാടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കവർ ചെയ്ത് വെക്കാം, പക്ഷെ ഒരുപാട് ടൈറ്റ് ചെയ്യാനൊന്നും പാടില്ല. ഇതിനുശേഷം നമ്മൾ നേരെ എവിടെയാണോ പോകേണ്ടത് ആശുപത്രിയിൽ എത്തുക. എല്ലാ ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു ഫെസിലിറ്റിയിലും ഫ്രം ജില്ലാ ഹോസ്പിറ്റൽ തൊട്ട് മേളിലോട്ടുള്ള ജനറൽ ഹോസ്പിറ്റൽ, ബാക്കിയുള്ള എല്ലാ ഹോസ്പിറ്റലിലും റിഗ് അവൈലബിൾ ആയിരിക്കാൻ വഴിയില്ല, പക്ഷേ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് അവൈലബിൾ ആയിരിക്കും. അത് അവിടെ പോയി അത് എടുക്കുക. അപ്പൊ അതിൽ ആദ്യം വന്ന ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാബീസ് ഇമ്യൂണോഗ്ലോബുലിൻ എന്നാണ്. അപ്പോൾ ആ കടി കിട്ടിയതിന്റെ ചുറ്റുമാണ് അത് എടുക്കുന്നത്. എവിടെയാണോ ഇഞ്ചുറി ഉണ്ട് അതിന് ചുറ്റും എടുക്കും. അപ്പോൾ ഈ ചിലപ്പോൾ ഇത് ആളുടെ വെയിറ്റ് അനുസരിച്ച്, ആ വിക്ടിമിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഈ മരുന്ന് എടുക്കുന്നത്. അപ്പോൾ ആ മരുന്ന് ചിലപ്പോൾ കടി ചെറുതായിരിക്കും, പക്ഷെ മരുന്ന് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും എടുത്തിട്ട് ബാക്കിയുള്ളത് അവര് നമ്മൾ ഈ പറയുന്ന പോലെ ബട്ടക്സിൽ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കും. ഇനി അവിടെ നമുക്ക് ഈ കാറ്റഗറി 2 തൊട്ട് മറ്റേ ഇതുണ്ട്, അതിന്റെ വാക്സിനേഷൻ ഉണ്ട്. വാക്സിനേഷൻ 2 രീതിയിലാണ് കൊടുക്കുന്നത്. ഇൻട്രാഡെർമൽ ആയിട്ട് കൊടുക്കും. ഇൻട്രാഡെർമൽ ആണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് 2 ഇഞ്ചക്ഷൻ ആയിരിക്കും. ഡെൽറ്റോയിഡ് കൈയുടെ ഏറ്റവും മേൽഭാഗത്തായിട്ട് 2 ഇഞ്ചക്ഷൻ കൊടുക്കും. അത് 037 28 അങ്ങനെ 4 പ്രാവശ്യമാണ് നിങ്ങൾ പോയി എടുക്കേണ്ടത്. എല്ലാ പ്രാവശ്യവും 2 ഇഞ്ചക്ഷൻ ആയിരിക്കും. ഇനി ഇൻട്രാ മസ്കുലർ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ഇഞ്ചക്ഷൻ ആയിരിക്കും, പക്ഷെ 5 തവണ പോവേണ്ടി വരും. 037 14 28 ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഒരിക്കലും ഇഞ്ചക്ഷൻ, ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനും നഴ്സിനും അറിയാം, ഇഞ്ചക്ഷൻ ഒരിക്കലും ഈ വാക്സിനേഷൻ ഇഞ്ചക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്യൂണോഗ്ലോബുലിൻ അല്ല, ഈ വാക്സിനേഷൻ ഇഞ്ചക്ഷൻ ഒരിക്കലും ഈ ബട്ടക്സിൽ എടുക്കാറില്ല. കാര്യം ഫാറ്റ് കൂടുതലുള്ളിടത്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അബ്സോർപ്ഷനും കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ സമയത്തിനനുസരിച്ച് എവിടെയാണോ എത്തേണ്ടത് അവിടെ ഒന്നും എത്താനും പ്രവർത്തിക്കാനും പറ്റത്തില്ല. നമ്മൾ എടുത്തു എന്ന് വിചാരിക്കും, പക്ഷെ അറ്റ് ദ എൻഡ് അതിന്റെ അതിന്റെ എഫക്റ്റ് ഉണ്ടാവത്തില്ല, എഫിക്കസി ഉണ്ടാവത്തില്ല, അത് എത്തേണ്ടടുത്ത് എത്തത്തില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സൂചിപ്പിക്കാനുള്ള എങ്ങനെ ഈ ആദ്യത്തെ ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ ടച്ചിങ് ആൻഡ് ഫീഡിങ് ഈ സമയത്ത് ഇപ്പം ചെറിയ ഒരു മാന്തലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ വളർത്തുന്ന മൃഗമാണെങ്കിൽ, ഐ മീൻ നമ്മൾ മുറിക്കകത്ത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് പുറത്ത് പോകാത്ത, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾ ലീഷ് ചെയ്ത് കൊണ്ടുപോകുന്ന പട്ടിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പട്ടികളിലാണ് കൂടുതലുള്ളത്. പൂച്ചകളിലും റേബീസ് കണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പൂച്ചകളിൽ റേബീസ് ഇല്ല എന്ന് നമ്മൾ കരുതരുത്. പൂച്ചകൾക്ക് റേബീസ് ഉള്ളത് കൊണ്ടാണ് പൂച്ചകളെയും പട്ടികളെയും റേബീസ് വാക്സിൻ എടുക്കുന്നത്. മനുഷ്യർക്ക് എടുക്കുന്നത് പോലെയല്ല, പൂച്ചകളുടെയും പട്ടികൾക്കും കൊടുക്കുന്ന വെറ്റിനറി യൂസിന് കൊടുക്കുന്ന റേബീസ് വാക്സിനും ഈ അറ്റനുവേറ്റഡ് ഈ പറഞ്ഞ വീര്യം കുറച്ച അല്ലെങ്കിൽ കൊന്ന വൈറസിനെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സിഗ്നേച്ചർ വെച്ചിട്ടാണ് ആ വാക്സിൻസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ ചേർക്കുന്ന ചേർവകൾ വ്യത്യാസം ഉണ്ടാവും. ചില ഫോർ എക്സാമ്പിൾ ഡോസേജിൽ തന്നെ ഡിഫറൻസസ് ഉണ്ടാവും. കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള മരുന്നുകളാണ് അനിമൽസിന് കൊടുക്കുന്നത്. അവരുടെ പീരിയഡ് കൂടുതലാണ്, ലൈക്ക് 3 years ഒക്കെ ലാസ്റ്റ് ചെയ്യും. മനുഷ്യർക്ക് കൊടുക്കുന്ന അങ്ങനത്തെ അല്ല. മനുഷ്യർക്കും അനിമൽസിനും കൊടുക്കുന്നത് രണ്ടും 2 ടൈപ്പ് ആണെങ്കിലും, ഓൾദോ ഇറ്റ്സ് ആക്ടിങ് ഓൺ ദ സെയിം വൈറസ്, ദ ഡോസേജ് ആൻഡ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും വ്യത്യാസമാണ്. മീനിങ് അതിനെ കൺട്രോൾ ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, അതിന് അപ്രൂവൽ കൊടുക്കുന്നത് 2 ഡിഫറെൻറ്റ് ടീമുകളാണ്, 2 ഏജൻസീസ് ആയിരിക്കും ഇൻ മോസ്റ്റ് കൺട്രീസ്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്, US, കാനഡ അവിടെയൊക്കെ അങ്ങനെയാണ്. അപ്പം പട്ടികളെ പറ്റി പറഞ്ഞു, പട്ടികളുടെ ചിത്രം കാണിച്ചു എങ്കിൽ മാത്രം, അതുകൊണ്ട് മാത്രം നിങ്ങൾ പട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. എല്ലാ ഈ പറഞ്ഞ വൈൽഡിലായിട്ടുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്നും വൈറസ് ഈ റേബീസ് ഉണ്ടാകാം. പക്ഷേ അനിമൽ ടു ഹ്യൂമൻ കോണ്ടാക്റ്റാണ് കൂടുതലുണ്ടാകുന്നത്. വളരെ റെയർ കേസസിൽ മാത്രമേ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വൈറസുകൾ പൊതുവേ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ തന്നെ സോപ്പാണ്
അതിൽ എടുത്ത് പറയുന്നുണ്ട്. സോപ്പ് കൊണ്ട് കഴുകുക. ഇപ്പോൾ ലിക്കിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പോയി വാക്സിനേഷൻ എടുക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ പ്രൊഫലാക്റ്റിക്കായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. വാഷ് ചെയ്യുക. ബട്ട് ഇഫ് ദർ ആർ സ്ക്രാച്ചസ് ദെൻ അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് എങ്ങനത്തെ മൃഗമാണ്. അതിനെ അനിമലിനെ ഒബ്സർവ് ചെയ്യുക. അനിമൽ എന്തെങ്കിലും റേബീസിൻ്റെ സൈൻ കാണിക്കുന്നുണ്ടോ. വീട്ടിൻ്റെ അകത്താണെങ്കിൽ, വീട്ടിൻ്റെ അകത്തുള്ള അനിമലാണെങ്കിൽ, ഇപ്പോൾ ഈ കൊച്ചു പട്ടികളും വീട്ടിൻ്റെ അകത്ത് മാത്രം ജീവിക്കുന്ന അനിമൽസ്, പെറ്റ്സ് ആയിട്ടുള്ള സ്ട്രേ ഡോഗ്സിൻ്റെ കാര്യം എൻറ്റയർലി ഡിഫറെൻറ്റ്. സ്ട്രേ ഡോഗ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇഫ് ദർ ഇസ് വെറുതെ സ്ട്രേ ഡോഗിനെ തടവിയത് കൊണ്ടൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ സ്കിന്നിൽ, ബ്രോക്കൺ സ്കിന്നിൽ ഇതിൻ്റെ സലൈവ എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, കടിക്കണമെന്നില്ല, നിങ്ങളുടെ ബ്രോക്കൺ സ്കിന്നിൽ സലൈവ തട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് ടു ടേക്ക് പ്രിക്കോഷൻ. ഈ പറഞ്ഞ കാറ്റഗറി 2 വരെ അതാണ് ഇതിൽ കാണിക്കുന്നത്. നിബ്ലിംഗ് ഓർ ഓഫ് അൺകവേർഡ് സ്കിൻ, മൈനർ സ്ക്രാച്ചസ് ഓർ ആബറേഷൻ. റൈറ്റ്. ഇതിൽ ചേർത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്ക്രാച്ച് ആണ്, സ്കിൻ എക്സ്പോസ്ഡ് ആയി അല്ലെങ്കിൽ വളരെ മൈനർ സ്ക്രാച്ച് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ പെറ്റ് ആണെങ്കിൽ പോലും, ഇവിടെ എടുക്കുന്ന സ്റ്റാൻഡ് ആക്ച്വലി നമ്മൾ നേരത്തെയൊക്കെ പറയുന്ന പോലെ ഡു നോ ഹാം എന്നുള്ള കോർണർ സ്റ്റോണിന് വിപരീതമായിട്ടാണ് നമ്മൾ പോകുന്നത്. ലൈക്ക് ഓവർ ട്രീറ്റ്മെന്റ് ചെയ്താലും കുഴപ്പമില്ല, അണ്ടർ ട്രീറ്റ്മെന്റ് ഒരിക്കലും ആകരുത്. അണ്ടിൽ WHO പറയുകയാണ് ഇന്ത്യ 75% വാക്സിനേറ്റഡ് ആണ്. വാക്സിനേറ്റഡ് എന്ന് പറയുമ്പോൾ മനുഷ്യരല്ല, മൃഗങ്ങളെല്ലാം വാക്സിനേറ്റ് ചെയ്ത് റാബീസ് 75% ഇല്ല എന്ന് നമുക്ക് WHO അംഗീകാരം കിട്ടുന്നത് വരെ ഓവർ ട്രീറ്റ്മെന്റ് പോകുന്നതാണ് ഏറ്റവും നല്ല. ഇത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അന്വേഷിക്കണം. ഏത് രോഗമാണെങ്കിലും ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ തന്നെ ആയിരിക്കണം. ഇതുപോലുള്ള വൈറസുകളുടെ വൈറൽ ഇൻഫെക്ഷൻസ് നോക്കുമ്പോഴത്തേക്കും വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ റീജിയൻ, ബിക്കോസ് ദിസ് ഈസ് എ സൂനോട്ടിക് ഇൻഫെക്ഷൻ, അനിമൽ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നോർത്ത് അമേരിക്കയിൽ ഉള്ള സ്റ്റഡീസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. കാനഡയിൽ 28 മരണങ്ങളാണ് കഴിഞ്ഞ 100 കൊല്ലത്തിനിടയിൽ നടന്നിട്ടുള്ളത്. ഈ 28 ഫെറ്റാലിറ്റീസ് മാത്രമേ ഇൻ ദ ലാസ്റ്റ് 100 years, അതും ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ലാസ്റ്റ് സെഞ്ച്വറി ഏറ്റവും കൂടുതൽ. കാര്യം ഇവർ ഹണ്ടിങ്ങിനും ഇതിനൊക്കെ പോകുന്ന വഴിയിൽ ഈ മൃഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന കടി കൊണ്ട് മരണപ്പെട്ടു പോകുന്ന മെഡിക്കൽ സർവീസസ് വളരെ വീക്കായിരുന്നത് കൊണ്ടും സംഭവിക്കുന്ന അല്ല. ഈ അടുത്ത കാലത്തെങ്ങും തന്നെ ഇത് റിപ്പോർട്ടും ചെയ്തിട്ടില്ല. എന്നാൽ കൂടി ഒരു അനിമൽ കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട്, അനിമൽ ബൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ദ ആനിമൽസായി നമ്മളിപ്പോഴല്ല, നേരത്തെ ഞാൻ സംസാരിച്ചപ്പോൾ ഈ റക്കൂൺസ്, ഇവിടെ നോർത്ത് അമേരിക്കയിൽ ഒരുപാട് പുതിയതായിട്ട് വന്നിട്ടുള്ള മൈഗ്രൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കാനഡ. അപ്പോൾ അവരാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്യാമ്പിങ്ങിനും ട്രെയിൽ നിങ്ങൾ ഹൈക്ക് ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്കും ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള അനിമൽസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡു നോട്ട് മേക്ക് കോൺടാക്ട്, ഡു നോട്ട് ട്രൈ ടു ബി ക്യൂട്ട് വിത്ത് ദം ആൻഡ് ദേ വിൽ ലീവ് യു അലോൺ. കാരണം ഇതെല്ലാം വൈൽഡ് ആനിമൽസാണ്. ഒന്നിനെയും കയറി അണ്ണാന്മാർ എസ്പെഷ്യലി ദേ ഓൾ ക്യാരി ഓൾ ഫോംസ് ഓഫ് ലൈസ വൈറസ്. നമ്മളിവിടെ റേബീസിനെ പറ്റി മാത്രമാണ് പറയുന്നതെങ്കിലും 10, 20, 25 ടൈപ്പ് സാധനങ്ങളുണ്ട് ഇന്ത്യയിൽ. പിന്നെ നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരുപാട് സംസാരിച്ചത് കൊണ്ട് തന്നെ ആൾക്കാർ കോഷ്യസ് ആണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അണ്ണാന് ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ, അണ്ണാനെ വീട്ടിൽ കൊണ്ട് കിടത്തി അതിന് ശുശ്രൂഷിക്കുന്നത്, ഇതൊക്കെ വൈൽഡ് ആനിമൽസാണ്. ഇതിനൊന്നും അത് മാത്രമല്ല, വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം അത് നിയമവിരുദ്ധമാണ് അനിമലിനെ കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നതാണ് ഈ സോപ്പും വെള്ളവും വെച്ച് ഏകദേശം 10 തൊട്ട് 15 മിനിറ്റ് വരെ കഴുകുക എന്നുള്ളത് റണ്ണിങ് വാട്ടറിൽ. പിന്നെ ഒരു ആൻറ്റിസെപ്റ്റിക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിനെ തുടർന്ന് നേരെ നമ്മൾ എവിടെയാണോ ചികിത്സ വേണ്ടത് അങ്ങോട്ട് ചെല്ലുക എന്നുള്ളത്. ഇനി ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് ഇപ്പോൾ ഓവർ ട്രീറ്റ്മെൻറ്റിനെക്കാളും നല്ലത്, അണ്ടർ ട്രീറ്റ്മെൻറ്റിനെക്കാളും നല്ലത് ഓവർ ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ തൊട്ടാലും തലോടിയായാലും ചുറ്റുപാടുള്ള മൃഗങ്ങളുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ പോയി വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു നോർത്ത് അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ നമുക്കൊരു കടി കിട്ടിയാൽ പോലും ഇവിടുത്തെ പബ്ലിക് ഹെൽത്തിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ കോൺഫിഡൻറ്റോടുകൂടെ പറയും നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു, അതായത് കടി എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ ആ പട്ടിയുടെ നേച്ചർ എങ്ങനെയായിരുന്നു, അഗ്രസീവ് ആയിരുന്നു, ഫ്യൂരിയസ് ആയിരുന്നു, ഡ്രൂളിംഗ് ഉണ്ടായിരുന്നു, അതായത് ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ചോദിച്ചിട്ട് അവർ ഉറപ്പായിട്ട് പ്രൊഫിലാക്റ്റിക് എക്സ്പോഷർ
വാക്സിനേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 1980 ശേഷം സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പിഡമോളജി അനുസരിച്ച് പട്ടികളിൽ നിന്ന് പേവിഷ ബാധിച്ചിട്ടില്ല എന്നുള്ള വളരെ ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെയുള്ള ഒരു അഡ്വൈസ് കൊടുക്കുന്നത്. പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അങ്ങനെയല്ല. എല്ലാവരും പോയി എടുക്കേണ്ടത് വളരെ നിർബന്ധമാണ്. റീസൺ പറയണം. ഇതിന്റെ All reason pets are vaccinated. All dogs and cats, they're all vaccinated. നോർത്ത് അമേരിക്കയിൽ 3 കൊല്ലത്തിന് ഇടയ്ക്കാണ്. ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ എവറി ഇയർ ആണ്. ഓസ്ട്രേലിയയിലും എനിക്ക് തോന്നുന്നു എവറി ഇയർ ആണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ പറയാം അവരവരുടെ രാജ്യങ്ങളിൽ എവിടെയാണ് വാക്സിനേഷൻ്റെ ഫ്രീക്വൻസി എന്നുള്ളത്. ആൻഡ് ദർ ഇസ് നോ കോൺസെപ്റ്റ് ഓഫ് സ്ട്രേ ഡോഗ്സ്. ദർ ആർ ഷെൽട്ടേഴ്സ്. അനിമൽസിനെ ഷെൽട്ടറിൽ കൊണ്ടുപോകും. ചില രാജ്യങ്ങളിൽ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ യൂത്തനൈസും ചെയ്യും. അതിന് ഫോസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ they will be euthanized after a certain period of time. So ഇങ്ങനെയൊക്കെയുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ അനിമൽസിനോടുള്ള കരുതലുള്ളതുകൊണ്ടാണ്. അല്ലാതെ അനിമൽ കെയർ, അനിമൽ വെൽഫെയർ ഒരു കൺസേൺ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ യൂത്തനൈസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. രഞ്ജിനി ഹരിദാസ് ഇത് കേൾക്കാൻ ഇടയുണ്ടെങ്കിൽ, ഇത്രയും നീണ്ട വീഡിയോ ഒന്നും അവർ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ദ ഫാക്ട് ഓഫ് ദ മാറ്റർ ഇസ് നമ്മളൊരു മൃഗത്തിനോട് കാണിക്കേണ്ട ചില കരുതലുകളും അതുപോലെ തന്നെ നമുക്ക് പൊതുജനങ്ങളുടെ ആരോഗ്യത്തോടും നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. ഇത് രണ്ടും ബാലൻസ് ചെയ്യണം. അനിമൽസിൻ്റെ വെൽഫെയറും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ട്രേ അനിമലിൻ്റെ ലൈഫ് സ്പാൻ എത്രയായിരിക്കും? മാക്സിമം പോയാൽ ഒരു 4 years ആണ്. ഒരു ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വീട്ടിൻ്റെ അകത്ത് നിൽക്കുന്ന അനിമലിന് എത്ര വയസ്സുണ്ടാവും? 10-12 വയസ്സ് വരെ. പട്ടിയാണെങ്കിൽ 10-12 വയസ്സ്, പൂച്ചകളാണെങ്കിൽ 20-25 വയസ്സ് വരെയൊക്കെ ജീവിക്കും. സോ വെൽഫെയർ, അനിമൽ വെൽഫെയർ നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള മൃഗമല്ല, അത് പുറത്താണ്. അത് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അതിനെന്തെങ്കിലും കടി കിട്ടും, അതെന്തെങ്കിലും അസുഖം വരും. അസുഖം വന്ന് ചാകുന്നതാണോ നല്ലത്? അതിന് എന്തെങ്കിലും ഒരു മെയിൻജി ആയിട്ടുള്ള മൃഗമാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റണം. ക്യാൻ യു ടേക്ക് കെയർ ഓഫ് ദി ആനിമൽ? പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ യൂത്തനൈസ് ചെയ്യൂ. അതിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. അനിമലിനോടുള്ള കരുതൽ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അടുത്ത സ്ലൈഡ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലെ, അതായത് ഇന്ത്യയുടെ കോണ്ടാക്ട്സിൽ സംഭവിക്കുന്നതാണ്. കുറേ കിടുതാപ്പുകളുണ്ട്. എന്തോ ചെപ്പടി വിദ്യകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മുറിവ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മുറിവിൻ്റെ അകത്തോട്ട് നമ്മുടെ ഇതിലിരിക്കുന്ന കിച്ചണിലിരിക്കുന്ന മഞ്ഞപ്പൊടി, മസാലപ്പൊടി, രസപ്പൊടി, സാമ്പാർ പൊടി, കോഫി പൗഡർ, ടൂത്ത് പേസ്റ്റ്, ബാത്റൂമിൽ ഇരിക്കുന്ന ക്രീം, ബ്രഷ് എല്ലാം കൊണ്ടുവന്ന് അതിനകത്തോട്ട് ഒഴിച്ച് കെട്ടിവെക്കുന്ന പരിപാടി. ഇതൊന്നും ചെയ്യരുത്. പിന്നെ ചിലവരാണെന്നുണ്ടെങ്കിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പൊള്ളിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതും ചെയ്യാൻ പാടില്ല. അതായത് എരിവുള്ളത് വെച്ചിട്ടായാലും തീ വെച്ചിട്ടായാലും ചുട്ടുപഴുപ്പിച്ച കമ്പി വെച്ചിട്ടായാലും അങ്ങനത്തെ ഒരു സംഭവം ചെയ്യൽ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ നല്ല സോപ്പും വെള്ളവും വെച്ച് 10-15 മിനിറ്റ് കഴുകുക. എന്നിട്ട് നേരെ ഇവിടെ ആശുപത്രിയിലോട്ട് ചെല്ലുക എന്നുള്ളതാണ്. സോപ്പ് ഇല്ലാതിരിക്കില്ല. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്നത്. സോപ്പ് ഇസ് ദ ബെസ്റ്റ്. സോപ്പ് അതാ പറഞ്ഞത്. ഈ വൈറസിൻ്റെ ലൈഫ് ഔട്ട്സൈഡ് എ ഹ്യൂമൻ ബോഡി ഇസ് വെരി വെരി ലിമിറ്റഡ്. സോപ്പ് അതുകൊണ്ടാണ് നമ്മൾ കോവിഡ് സമയത്തും സോപ്പ് ഉപയോഗിക്കുന്നത്. അല്ല, വൈറസിന്റെ ഇത് ഔട്ട്സൈഡ് ദ ബോഡി വെരി വെരി ലിമിറ്റഡ് എന്നല്ല. അതിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ കുറച്ച് സമയം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അത് സർവൈവ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ ബോഡിലി ഫ്ലൂയിഡ്സിന്റെ അകത്താണ് സർവൈവ് ചെയ്യുന്നത്. ആക്ച്വലി പുറത്തുണ്ടെങ്കിലും അത് സർവൈവ് ചെയ്യുന്നത് അങ്ങനെയാണ്. അത് കംപ്ലീറ്റ്ലി ഒരു ഇൻഡിപെൻഡന്റ് ഡ്രോപ്ലെറ്റ്സ്, സലൈവയുടെ ഡ്രോപ്ലെറ്റ്സ്, നേസൽ മ്യൂക്കോസൽ ഡ്രോപ്ലെറ്റ്സ്, അത് എവിടെയെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അത് സർവൈവ് ചെയ്യും. വളരെ ഫ്യൂ അവേഴ്സ്. കോവിഡ് സമയത്ത് പഠിച്ചതാണ് ഇതൊക്കെ. അല്ലാതെ അതുകൊണ്ടാണ് സോപ്പ് ഉപയോഗിക്കാനായിട്ട് എപ്പോഴും പറയുന്നത്. സോപ്പ് ഇസ് കാരണം ഈ സോപ്പ് വിൽ ബ്രേക്ക് ഇറ്റ്സ് ഔട്ടർ സ്ട്രക്ചർ. ഇപ്പം കൊറോണ വൈറസിൻ്റെ ആ ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ സോപ്പ് മതി. അപ്പോഴേ ഇത് നിർവീര്യമാവുകയാണ്. പിന്നെ അത് പ്രത്യേകിച്ച് ഇഫക്റ്റ് ഒന്നുമില്ല. ഈ ബാക്ടീരിയയുടെ ആയാലും കുറച്ചുകൂടി വലിയ ഓർഗാനിസത്തിന്റെ ആയാലും ഈ സോപ്പ് മതി എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം ഓർമ്മ വന്ന്. നമ്മൾ ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾ മാസ്ക് ഇട്ടു. അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ ഒരു റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ക്യൂരിയസ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഊൺ കെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോകുന്നതാണ് ഈ പോസ്റ്റ് എക്സ്പോഷർ. 2 രീതിയിലുള്ള വാക്സിനേഷൻ ഉണ്ടാവും. നമുക്ക് കടി കിട്ടിയതിന് ശേഷം നമ്മൾ പോയി എടുക്കുന്ന വാക്സിനേഷൻ ഉണ്ട്. അതിനാണ് PEP, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ
ഊണ്ട് ചെറുതാണോ അല്ലെന്നുണ്ടെങ്കിൽ വലുതാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി അനുസരിച്ച് അവിടെ ഈ റിഗ് എന്ന് പറയുന്ന റേബീസ് ഇമ്യൂണോഗ്ലോബുലിൻ ആന്റിബോഡീസ് ഡയറക്റ്റ്ലി അവിടെ ഇഞ്ചെക്ട് ചെയ്യാന്നുള്ളത്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഡോക്യുമെന്റ് അവിടെ പോകുമ്പോൾ നിങ്ങൾ രോഗി ഡോക്ടറിനെ കണ്ടതിന് ശേഷം ആ ഡോക്യുമെന്റ് നിങ്ങളിൽ തരും. അത് ഇൻട്രാഡെർമൽ ആയിരുന്നോ, ഇൻട്രാമസ്കുലർ ആയിരുന്നോ, ഏത് ദിവസം വന്നു, എന്തൊക്കെയാണ് ഹിസ്റ്ററി എങ്ങനെയായിരുന്നു എന്നുള്ള എല്ലാം മെൻഷൻ ചെയ്ത ആ ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഒന്ന് ആ കോഴ്സ് കഴിയുന്നവരെ മാത്രമല്ല, ഈ 03728 അല്ലെങ്കിൽ 0371428 വരെ മാത്രമല്ല, നിങ്ങൾക്ക് അടുത്തൊരു 3 മാസം തൊട്ട് 6 മാസം വരെയെങ്കിലും കുറഞ്ഞത് സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു 3 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾക്കൊരു അനിമൽ ബൈറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ഈ പോസ്റ്റ് എക്സ്പോഷറിൽ എടുക്കേണ്ട വാക്സിനേഷന്റെ എണ്ണവും റിഗിന്റെ ഈ ഇമ്യൂണോഗ്ലോബുലിൻ തെറാപ്പിയുടെ എണ്ണവും ഒക്കെ മാറ്റം വരും. അപ്പൊ അത് റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പോസ്റ്റ് എക്സ്പോഷർ ഈ PEP എടുത്ത ഒരു വ്യക്തി ഒരു 3 മാസം കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ആക്ച്വലി ഈ റിഗിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ 037 വരെ എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ 03 മാത്രം എടുത്താൽ മതിയാവും, 2 ഷോട്ട് മാത്രം എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ 3 ഷോട്ട് മാത്രം എടുത്താൽ മതിയാവും. പിന്നെ ഒബ്സർവ് ചെയ്താൽ മതി. ഇനി ഇതില് ഈ PEP കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീ എക്സ്പോഷർ ഉണ്ട്. PrEP എന്ന് പറഞ്ഞിട്ട് പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ് ഉണ്ട്. അത് ഇപ്പൊ സ്ഥിരമായിട്ട് ഒന്ന് ഈ അനിമൽസുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന അടുത്ത ഇടപഴകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെടുത്തേക്ക് വെറ്റ്സ് എടുത്തേ, സൂ വെറ്റ്സ്, അതുപോലെ തന്നെ ഇനിയിപ്പോ ഈ ഇങ്ങനത്തെ റിസർച്ചേഴ്സ് എടുത്തേക്കണം. പിന്നെ ഈ ഡോക്ടേഴ്സും ഈ നഴ്സസും തന്നെ ഇതുമായിട്ട് ഒരുപാട് ഹാൻഡിൽ ചെയ്യുന്നവരാണെങ്കിൽ അവരെടുത്തേക്കണം. അങ്ങനെയുള്ളവരാണ് ഈ പ്രീ എക്സ്പോഷർ. പിന്നെ ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്കും എടുക്കാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ചില ഇഞ്ചക്ഷൻ കാര്യങ്ങളും ചിലവർക്ക് നമ്മൾ ഒഴിവാക്കി നിർത്താറുണ്ട്. ലൈക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക്, കുട്ടികൾക്ക്, എൽഡർലി ആയിട്ടുള്ള സെനൈൽ ആയിട്ടുള്ളവർക്ക്, പിന്നെ ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർക്ക്. ഇവിടെ പ്രധാനം എന്ന് പറയുന്ന ആളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായതുകൊണ്ട് ഇത് എല്ലാവർക്കും എടുക്കാവുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും ഇത് എടുക്കുന്നത് കൊണ്ടുള്ള റിയാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻസിന് വേണ്ടി ഹൈപ്പർ സെൻസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഈ അനാഫിലാക്റ്റിക് റിയാക്ഷൻ, അനാഫിലാക്സിസ് വരിക, ബ്ലഡ് പ്രഷർ കുറയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റ് അവിടെ ഒബ്സർവേഷനിൽ ഇരുത്തിയായിരിക്കും. 15-20 മിനിറ്റ് ഇരുത്തിയായിരിക്കും. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട ഇന്റർവെൻഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരിക്കലും എടുക്കാതിരിക്കുന്ന ഒരു പരിപാടിയേ ഇല്ല, നിർബന്ധമായിട്ട് എടുത്തിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഒരു സ്കെഡ്യൂൾ ഉണ്ട്, എത്രയാണ് എടുക്കേണ്ടതെന്നുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് മൊത്തവും എടുത്തിരിക്കണം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡോക്യുമെന്റ് കൃത്യമായിട്ട് കീപ്പ് ചെയ്തേക്കുക. ഇൻട്രാഡെർമൽ ആണെന്നുണ്ടെങ്കിൽ 4 ഷോട്ട്, ഓരോ പ്രാവശ്യം 2 ഷോട്ട് വെച്ച് 2 കുത്തൽ വെച്ചിട്ട് 4 പ്രാവശ്യം. ഇൻട്രാമസ്കുലർ ആണ്, മസിൽസിലാണ് കുത്തുന്നുണ്ടെങ്കിൽ 5 പ്രാവശ്യം, ഒറ്റ കുത്തു വെച്ച് 5 പ്രാവശ്യം. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇതിലിപ്പോൾ ഈ 037 ആ ദിവസത്തിൽ തന്നെ എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസമായാലും ആ ഇഞ്ചക്ഷൻ തുടരുക എന്നുള്ളത് തന്നെയാണ്, കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. സാധാരണ രീതിയിൽ ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ എടുക്കുന്നവർ കംപ്ലീറ്റ്ലി ഇൻട്രാഡെർമൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി അഥവാ അവർക്ക് ആ ഇൻട്രാഡെർമലിന്റെ ആക്സസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ IM-ലോട്ട് പോവാം. പക്ഷെ അത് നോർമലി അങ്ങനെ ഒരെണ്ണം റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ കിട്ടാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ID-ന്ന് IM-ലോട്ടോ IM-ന്ന് ID-ലോട്ടോ ഒക്കെ മാറി മാറി അങ്ങനെ പോവാം എന്നുള്ളതും കൂടിയുണ്ട്. ഇഞ്ചക്ഷൻ വാക്സിനേഷൻ ഇൻട്രാഡെർമലും IM മാത്രമേ എടുക്കാവൂ. അതിലൊരിക്കലും ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പാടില്ല. ഫാറ്റ് ഉള്ളിടത്ത് ഇതിന്റെ അബ്സോർപ്ഷൻ എത്തത്തില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വൈറൽ ലോഡ് കുറയ്ക്കുക എന്നുള്ള, ഏറ്റവും കൂടുതൽ വൈറൽ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഇമ്യൂണോഗ്ലോബുലിൻ എവിടെയാണോ ബൈറ്റ് സൈറ്റ് ആ ബൈറ്റ് സൈറ്റിലോട്ട് ഇത് കുത്തിവെക്കുക. എന്നിട്ട് അതിന്റെ ആന്റിബോഡീസ് ഇതിനെ നള്ളിഫൈ ചെയ്യും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുന്ന പരിപാടിക്ക് വേണ്ടിയാണ് ഇത് അവിടെ എവിടെയാണോ ഊണ്ടുണ്ടാവുന്നത് അവിടെ കുത്തുന്നത്. അപ്പൊ അത് കാരണം ഈ വൈറൽ ലോഡ് കുറയുന്ന സമയത്ത് ഇത് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് പെട്ടെന്ന് തന്നെ തലച്ചോറിലോട്ട് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ വളരെ വളരെ കുറഞ്ഞിരിക്കും. there's another point I think നമ്മൾ പറഞ്ഞോന്നറിയില്ല.
പാമ്പ് കടിയും പട്ടി ഈ റേബീസും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് നെർവസ് സിസ്റ്റം, ഈ റേബീസ് അഫക്ട്സ് ദ നെർവസ് സിസ്റ്റം. അതേസമയം വെനം, സ്നേക്ക് വെനം, ഓൾ സോർട്സ് ഓഫ് അതർ ടൈപ്സ് ഓഫ് വെനംസ്. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, പക്ഷേ സൗത്ത് അമേരിക്കയിലൊക്കെയുള്ള സ്കിന്നിൻ്റെ പോർസിൽ കൂടി പാസ് ചെയ്യുന്ന ടോക്സിൻസ് ഒക്കെ ഉണ്ട്, വെനം ഉണ്ട്, ലൈക്ക് ഫ്രോഗ്, അതൊക്കെ. ബട്ട് നോട്ട് അവർ കൺസേൺ, അത് വളരെ റെയറാണ്. ഈ നെർവസ് സിസ്റ്റം, അതുകൊണ്ടാണ് ഈ ഏരിയ ഓഫ് ബൈറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു, പക്ഷേ ഹൗ ഡസ് ഇറ്റ് എഫക്റ്റ്? സോ അപ്പർ ബോഡി അല്ലെങ്കിൽ കഴുത്തിനോട് ബ്രെയിനുമായിട്ടുള്ള പ്രോക്സിമിറ്റി ടു ദ ബ്രെയിനിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി ഇത് ഫേറ്റൽ ആവുന്നത് ബ്രെയിനിൽ എത്തുമ്പോഴാണ്. പക്ഷെ അതുവരെ ഇപ്പം കാലിൽ കടിക്കുന്ന, യൂഷ്വലി സ്ട്രേ ഡോഗ്സൊക്കെ നമ്മുടെ ലോവർ ലിംസിലാണ് കൂടുതൽ കടി ഏൽക്കുന്നത്, അല്ലെങ്കിൽ കയ്യിൽ ആനിമൽസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ നെർവസ് സിസ്റ്റത്തിൽ കൂടിയാണ് ഈ ഇൻഫെക്ഷൻ തലച്ചോറിലേക്ക് പടരുന്നത്. അത് നമ്മൾ വൈ ഡസ് ദി ഡോസേജ് ആൻഡ് ദി ഏരിയ ഓഫ് ബൈറ്റ് അഫക്റ്റ് ദ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിന് ഇവിടെ നമ്മളിപ്പോൾ ഒരു കടിയേറ്റ് ഒരു അനിമൽ ബൈറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ സിംറ്റംസ് ഉണ്ടാകുന്നത് വരെ, ആ സമയം വരെ നമുക്ക് പോയിട്ട് ഈ പ്രൊഫിലാക്റ്റിക് ആയിട്ടുള്ള ഈ ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്, ഈ വാക്സിനേഷൻസ് ഒക്കെ എടുക്കാവുന്നതാണ്. ആ പോകുന്ന സമയത്ത് ആ വൂണ്ട് സ്കാർ ഉണ്ടെങ്കിലും ആ റിഗ്, നമ്മൾ ഈ പറയുന്ന ഇമ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ കുത്തിവെക്കാവുന്നതാണ്. ബാക്കിയുള്ള ഇമ്യൂണോഗ്ലോബുലിൻ നമുക്ക് ഇൻട്രാമസ്കുലർ ആയിട്ടും കുത്തിവെക്കാവുന്നതാണ്. നമുക്കല്ല, ഡോക്ടർ ഫാർമസി പോയി വാങ്ങിച്ച് കുത്തിവെക്കാൻ പറ്റുന്ന സാധനമല്ല. അല്ലല്ല, ഇത് ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് കംപ്ലീറ്റ്ലി നമുക്കിത് ഇറാഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എല്ലാവർക്കും ഈ ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് വേർതിരിവൊന്നുമില്ല. പ്രഗ്നന്റ് ആയിക്കോട്ടെ, ജനിച്ച കുട്ടികളായിക്കോട്ടെ, ഏറ്റവും വയസ്സായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് എല്ലാവർക്കും എടുക്കാം. എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിനു വേണ്ടിയുള്ള പ്രതിവിധികൾ ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ വാരിയെല്ല് പൊട്ടിപ്പോകുമെന്ന് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. വാരിയെല്ല് പൊട്ടിയാലും കുഴപ്പമില്ല. അതിനു വേണ്ടിയുള്ള പ്രതിവിധികൾ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. സോ ഡു വാട്ട് യു ഹാവ് ടു ഡു. ഇനി പ്രെപ്പ്, ഈ പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ് ആർക്കൊക്കെ എടുക്കണം എന്നുള്ളത്, ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരുന്ന, അനിമൽസുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഈ സൂവിൽ നിൽക്കുന്നവര്, വെറ്റ്സ്, പിന്നെ ഇതുമായിട്ട് ഇങ്ങനെ റേബീസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുന്ന ആൾക്കാർ, അവരൊക്കെയാണ് ഈ ഈ പ്രെപ്പ് എന്ന് പറയുന്ന ഈ പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എടുക്കേണ്ടവർ. പിന്നെ എൻഡമിക് ഏരിയയിലുള്ളവർ, ഇതുപോലെ എൻഡമിക് ഏരിയയിലുള്ളവർ ഇതുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്നവർക്കും അത് എടുക്കാവുന്നതാണ്. അത് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനം ഫോറസ്റ്റ് ഏരിയ, റിസർവ് ഫോറസ്റ്റ്, അങ്ങനെയുള്ള പ്രദേശങ്ങളുമായി അടുത്ത് അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന, ഇപ്പം ഈവൻ റേഞ്ചേഴ്സ് അതിൽ കൊടുത്തിരിക്കുന്ന വെറ്റനറിയൻസ്, അതുപോലെ അനിമൽ ഹാൻഡ്ലേഴ്സ്, ഡോഗ് ക്യാച്ചേഴ്സ്, ഈ സ്ട്രേ ഡോഗ്സിനെ പിടിക്കുന്നവർ തീർച്ചയായിട്ടും അവരെടുത്തിരിക്കണം. ഈ തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥലങ്ങളിൽ അവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ ഈ പ്രെപ്പ് എടുക്കുന്നത് അഡ്വൈസബിൾ ആണ്, അല്ലേ? ഡു യു അഗ്രി, ഡോക്ടർ? അതെ അതെ, തീർച്ചയായിട്ടും അതെ. ഇനി ഈ പ്രെപ്പ് എടുത്തത് കൊണ്ട്, ഈ പ്രീ എക്സ്പോഷർ കടി കിട്ടുന്നതിന് മുമ്പ് എടുക്കുന്ന കുത്തിവയ്പ്പ് എടുത്തത് കൊണ്ട് അതിനർത്ഥം കടി കിട്ടിയതിന് ശേഷം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് ആ കടി കിട്ടിയ ഭാഗം കഴുകണ്ടെന്നൊരു തോന്നലാണ്. കഴുകാതെ പോയി TV ചാനലിൽ ഇരുന്നിട്ട് നായ്ക്കൾക്ക് വേണ്ടി ഘോരഘോരം വാദിക്കാമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല സുഹൃത്തെ. നിങ്ങൾ ആദ്യം പോയി നന്നായിട്ട് 10-15 മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് സോപ്പും വെള്ളവും വെച്ച് കഴുകിയതിന് ശേഷം നിങ്ങൾ പോയിരുന്ന് വാദിക്കും. അതാണ് പറയാനുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് ഇതെല്ലാം കഴിയുന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തുക, ഇഞ്ചക്ഷന് വേണ്ടിയുള്ള ഈ വാക്സിനേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ, നടപടികളൊക്കെ സ്വീകരിക്കുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്, ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ആ ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് സമയത്തിനനുസരിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും കാരണവശാൽ 1-2 ദിവസം മാറിപ്പോവാൻ പാടില്ല ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഇനിയിപ്പോൾ അഥവാ മാറിപ്പോയാലും തൊട്ടടുത്ത ദിവസം തന്നെ പോയി ആ ചീട്ടുമായിട്ട്, കുറിപ്പടി, ഡോക്ടർ എന്ന കുറിപ്പടിയുമായിട്ട് പോയി ബാക്കിയുള്ളത് എടുക്കുക എന്നുള്ളതാണ്. So that ends our presentation and അപ്പോൾ ഞാൻ ക്ലോസിങ്ങിന് മുമ്പായിട്ട് നിഷാദ് പറയുന്നതിന് മുമ്പ്, ഇപ്പം ഇതിൽ ഒരു കേസുണ്ട്.
ഇപ്പൊ ലോകത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ടാവും. അതായത് വാക്സിനേഷൻ എടുത്തതിന് ശേഷം റാബീസ് ഇത് ഇൻഫെക്ഷൻ വന്ന അങ്ങനെ നായ് സ്നേഹികൾ ഒക്കെ വിളിച്ച് പറയുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് മോഡേൺ മെഡിസിൻ, മോഡേൺ സയൻസിന് ഇത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. അവിടെ ഈ വാക്സിന്റെ കുഴപ്പമാണോ അതോ ഈ എടുത്ത രീതികൾക്കുള്ള കുഴപ്പമാണോ എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലി അത് ഒരു അനാലിസിസ് നല്ല രീതിയിൽ ഓരോരോ ഘട്ടങ്ങളിൽ എടുത്ത് എല്ലാം കൃത്യമാണോ എന്ന് പരിശോധിക്കണം. ഊണ്ട് എത്രത്തോളം വലുതായിരുന്നു, ഊണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ നന്നായിട്ട് വാഷ് ചെയ്തോ, പ്രോക്സിമിറ്റി തലച്ചോറിന് തൊട്ടടുത്തായിരുന്നു, അവിടെ ബാക്കിയുള്ള റിഗ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് ഓഫ് മെഡിസിൻ ഇൻട്രാമസ്കുലർ ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റിയോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് കഴിഞ്ഞതിന് ശേഷവും ഇൻഫെക്ഷൻ വന്നു എന്ന് പറയാനായിട്ട്. So, what we have seen in the presentation today is that there is no magic bullet. ഒന്നിനും ഒരു, അതായത് ഒറ്റ മൂല്യം ഇങ്ങനെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോളൂ. ഈ മരുന്ന് തന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ സ്റ്റോറേജ്, മെഡിസിൻ്റെ സ്റ്റോറേജ്, ഈ വാക്സിനേഷൻ നോട്ട് മെഡിസിൻ, വാക്സിനിൻ്റെ സ്റ്റോറേജ് കറക്റ്റായിരുന്നു. ഈ മാനുഫാക്ചറിങ്ങിൽ ഇത് സംഭവിച്ചത് ഈ അടുത്ത കാലത്തൊന്നും അല്ല കേട്ടോ. വെൻ ഡിഡ് ദിസ് ഇൻസിഡൻറ്റ് ടേക്ക്, ഞാൻ പണ്ടം കണ്ട് വായിച്ചൊരു കേസാണ്, ഒരു കേസ് കണ്ട്. ഈ ഡു യു റിമെമ്പർ? 17-18 എന്തോ ആണെന്ന് തോന്നുന്നു. ഇറ്റ് ഈസ് ബീൻ റെക്കോർഡഡ്. സംഭവമൊന്നുമില്ല. അത് എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് 10 വർഷം മുമ്പെങ്ങാണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ വാക്സിൻ എടുക്കാതിരിക്കരുത്. ദ ചാൻസസ് ഓഫ് ദാറ്റ് ഹാപ്പനിങ് ഈസ് വെരി റിമോട്ട്. ഒരുപാട് പേര് കോവിഡ് സമയത്തും ഈ കോവിഡിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നത് എപ്പിക്കാർഡൈറ്റിസ് വരും, അങ്ങനെ മെമ്മറി ലോസ് ഉണ്ടാവും, വലിയ പ്രശ്നങ്ങളുണ്ടാവും. എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട്? ഒരുപാട് പേർക്ക് വാക്സിനേഷൻ എടുത്തവരിൽ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് എന്തെങ്കിലും മോർബിഡിറ്റി ഉള്ളവർക്ക് സംഭവിച്ച അല്ലാതെ ഇതുകൊണ്ടാണ് ഇഷ്യൂ ഉണ്ടായതെന്നുള്ളതൊന്നും ഇതുവരെ കൺക്ലൂസീവ്ലി തെളിയിച്ചിട്ടില്ല. ആൻഡ് ആസ് ഐ മെൻഷൻ, ഈ വാക്സിനേഷൻ്റെ പ്രോട്ടോക്കോൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ വാക്സിനേഷൻ എടുത്തതിന് ശേഷം പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും. 20 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ ഇറക്കി വിടൂ. വാക്സിനേഷൻ എടുത്ത ഉടനെ ആളിനെ പറഞ്ഞു വിടില്ല. എവിടെ ചെന്ന് എന്ത് വാക്സിനേഷൻ എടുത്താലും ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. സോ അവർ വീഡിയോ എൻഡ്സ് ഹിയർ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്ഥിരം പ്രേക്ഷകരാണെങ്കിൽ നിങ്ങളോടല്ല എനിക്ക് പറയാനുള്ളത്. ഇത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു പുതിയ ഹൈപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. ഹൈപ്പ് അമർത്തി ഇത് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു മാർഗം കൂടി യൂട്യൂബ് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് എത്താനായിട്ട് ഇനി വെറും 300, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ, 300 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. സോ അതിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴത്തെയും പോലെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. താങ്ക്സ് നിഷാദ്.